ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് കസ്റ്റംസ് നടത്തുന്നത്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ വസതികളിൽ പരിശോധന. പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും കസ്റ്റംസ് പരിശോധന നടത്തിയെന്ന വിവരമുണ്ട്. അവിടെ നിന്ന് സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 18 ഇടങ്ങളിൽ കേരളത്തിൽ പരിശോധന നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 7 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. 20 വാഹനങ്ങൾ ഇങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ വിശദാംശങ്ങളും വരുന്നു. കോഴിക്കോട്ട് വ്യവസായികളുടെ വസതികളിൽ പരിശോധന നടത്തുകയാണ്. ആ തരത്തിലേക്ക് വിപുലമായ പരിശോധന കസ്റ്റംസ് നടത്തുന്നു. DRIയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇന്ന് വ്യാപക പരിശോധന നടത്തുന്നത്. നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ ഉള്ളത് തേവരയിൽ പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിന് മുന്നിൽ ആണ്. നിതിൻ, അവിടെ നിന്ന് കസ്റ്റംസ് സംഘം മടങ്ങിയിട്ടുണ്ട്. പക്ഷെ വാഹനം അവിടെ ഇല്ല എന്ന് പറയുന്നു. വാഹനം കസ്റ്റഡിയിലെടുത്തോ? പുതിയ വിവരങ്ങൾ. അനുജ, തിരുവനന്തപുരത്തുള്ള സമാനമായ അവസ്ഥ തന്നെയാണ് ഇവിടെ കൊച്ചിയിലും ഉണ്ടായിരിക്കുന്നത്. കാരണം പൃഥ്വിരാജിന്റെ ഫ്ളാറ്റ്, അതായത് തേവരയിലുള്ള പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലേക്ക് കസ്റ്റംസ് സംഘം എത്തിയെങ്കിലും ഇവിടെ പൃഥ്വിരാജും അതോടൊപ്പം തന്നെ വാഹനവും ഇല്ലാത്തതുകൊണ്ട് ഈ സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ വാഹനമാണ് പൃഥ്വിരാജ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാഹനം കേന്ദ്രീകരിച്ചായിരുന്നു പൃഥ്വിരാജിന് വേണ്ടി ഇവിടെ അന്വേഷണം നടത്താൻ കസ്റ്റംസ് സംഘം എത്തിയത്. പക്ഷേ വാഹനവും അതോടൊപ്പം തന്നെ പൃഥ്വിരാജും ഇവിടെ ഇല്ലാത്തതിനെ തുടർന്ന് സംഘം ഇവിടെ നിന്ന് മടങ്ങിയെന്നാണ് ഇവിടെ നിന്നുള്ള ഇപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ശൃംഖല ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ ആ ഒരു ശൃംഖല ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് തുടങ്ങിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ഒരു പട്ടിക തയ്യാറാക്കി കൃത്യമായി കസ്റ്റംസ് സംഘം ആ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത്. കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. തേവരയിലെ പൃഥ്വിരാജ് ഫ്ളാറ്റിലേക്ക് സംഘം എത്തിയെങ്കിലും കസ്റ്റംസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വസതി കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പരിശോധന നടത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സംഘമാണ്. അതായത് വാഹനങ്ങൾ വിദേശത്തു നിന്നും ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അവിടെ നിന്ന് ഭൂട്ടാൻ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും റീ രജിസ്റ്റർ ചെയ്യുന്നു തുടങ്ങിയ ഒരു വലിയ കുറ്റകൃത്യം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ആൻഡ് പ്രിവന്റീവ് സംഘത്തിന്റെ ഭാഗത്തും ഈ ഒരു പരിശോധന രാവിലെ ആരംഭിച്ചത്. നമുക്കറിയാം, പോണ്ടിച്ചേരിയിലൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങൾ നികുതി കുറച്ച് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പതിവുണ്ട്. സമാനമായ നിലയിൽ തന്നെ അത്തരമൊരു ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസ്റ്റംസ് സംഘം കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ സംഘത്തെ കേന്ദ്രീകരിച്ച് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.